തൻ്റെ ഫലവൃക്ഷത്തോട്ടം രാജാവ് കർഷകനെ ഏൽപ്പിച്ചു. അയാളത് നന്നായി പരിപാലിക്കാൻ തുടങ്ങി. തെങ്ങും പേരയും മുന്തിരിയും വാഴയും ഓറഞ്ചുമെല്ലാം നട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് എല്ലാം വിളഞ്ഞപ്പോൾ അയാൾ കുട്ട നിറയെ മുന്തിരിയുമായി രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് വളരെ ദേഷ്യത്തിലായിരുന്നു. അയാൾ കുട്ട രാജാവിൻ്റെ കാൽ ചുവട്ടിൽ വെച്ചു. രാജാവ് അത് ശ്രദ്ധിച്ചില്ല. കുപിതനായി എന്തൊക്കെയോ സംസാരിക്കുന്നതിനിടയിൽ രാജാവ് ഓരോ മുന്തിരി പറിച്ച് എറിഞ്ഞുകൊണ്ടിരുന്നു. അതെല്ലാം കൃഷിക്കാരൻ്റെ മുഖത്താണ് വീണത്. ഓരോ തവണ മുന്തിരി വീഴുമ്പോഴും അയാൾ പറഞ്ഞു, ദൈവം കരുണയുള്ളവനാണ്. അല്പം കഴിഞ്ഞാണ് രാജാവ് അത് ശ്രദ്ധിച്ചത്. നീ എന്താണ് ഓരോ തവണ ഏറ് കിട്ടുമ്പോഴും ദൈവം കരുണയുള്ളവനാണെന്ന് പറയുന്നത്? അയാൾ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ആലോചിച്ചു. മുന്തിരിക്ക് പകരം തോട്ടത്തിലെ പേരയ്ക്കയോ തേങ്ങയോ ആണ് ഞാൻ കൊണ്ടുവന്നിരുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? 2 വിധത്തിൽ ജീവിക്കാം. ഒന്നുകിൽ കൃതജ്ഞതയോടെ, അല്ലെങ്കിൽ ആവലാതിയോടെ. കൃതാർത്ഥരാകാതിരിക്കാൻ കഴിയാത്ത വിരോധമുള്ള നന്മകൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അവയെല്ലാം വളരെ സ്വാഭാവികമാണെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള ചിന്തയും സംഭവിക്കുന്ന അനിഷ്ടങ്ങളെ തരംതിരിച്ച് സൂക്ഷിക്കുന്നതുമാണ് മേന്മകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാത്തതിൻ്റെ കാരണം. 1000 ദിവസം വാഹനമോടിച്ചിട്ട് ഒരപകടവും സംഭവിക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒരു ദിവസം വാഹനം തകരാറിലായാൽ അതിനെക്കുറിച്ച് ആയുസ് മുഴുവൻ വാചാലമാകും. മനസ്സ് കൃതജ്ഞതാഭരിതമാകണമെങ്കിൽ അനുദിനം ഉയർന്നു വരേണ്ട ചില ചിന്തകളുണ്ട്. ഇന്ന് ഒരപകടവും സംഭവിച്ചില്ലല്ലോ, ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ലല്ലോ, രാവിലെ ഉണർന്നെഴുന്നേൽക്കാൻ കഴിഞ്ഞല്ലോ, ഇന്ന് ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ, പുതിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിഞ്ഞല്ലോ, പുതിയ ആളുകളെ കണ്ടുമുട്ടിയല്ലോ, സംസാരശേഷിയും ചലനശേഷിയും നിലനിൽക്കുന്നുണ്ടല്ലോ, പരിഭവിച്ച് പിണങ്ങിയിരുന്ന ഒരാളുടെയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞല്ലോ. ജീവിതം കൃതജ്ഞതാ നിർഭരമാകാൻ ഇതിനൊക്കെ അപ്പുറം മറ്റെന്തെങ്കിലും വേണോ?